നമസ്കാരം, ഡോക്ടർ സിയാർ വയനാടാണ്. ഒരു അവഗണനയുടെ കഥയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വയനാട് ജില്ലയെ കോഴിക്കോട് ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽപാതയുടെ വിഷയമാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ 30 വർഷമായി പ്രസ്തുത ബദൽപാത ഫയലിൽ ഉറങ്ങുകയാണ്. 1994 ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആണ് ഈ പദ്ധതിയുടെ പ്രവൃത്തി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 30 വർഷമായി വയനാട് ജില്ലയുടെ സ്വപ്നപാത ഫയലുകളിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അന്തർ സംസ്ഥാന പാതയായി വികസിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം 46 കിലോമീറ്ററോളം ലാഭിക്കാൻ വേണ്ടി യാത്രക്കാർക്ക് സാധിക്കും എന്ന് മാത്രമല്ല, പ്രസ്തുത ചുരത്തിൽ ഹെയർപിൻ ബെൻഡുകളോ വലിയ കയറ്റങ്ങളോ ഇല്ല എന്നുള്ളത് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു വസ്തുതയാണ്. കൂടാതെ കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴി, കക്കയം, അതുപോലെ വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ തുടങ്ങിയ ടൂറിസ്റ്റ് പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെ അരികുകളിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അതുകൊണ്ട് വയനാട് ജില്ലയുടെ യാത്രാ ബുദ്ധിമുട്ടിനെ കുറിച്ച് അറിയുന്ന എല്ലാ ആളുകളും ഈ ഒരു റോഡിന്റെ വിഷയം ജനപ്രതിനിധികളുടെയും അതുപോലെ പൊതുജന മധ്യത്തിലേക്കും എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇതൊരു ചർച്ചാ വിഷയമായി മാറട്ടെ. വയനാട് ജില്ലയുടെ യാത്രാ പ്രശ്നങ്ങൾക്കും അതുമൂലം രോഗികളടക്കം ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും മാറാൻ വേണ്ടിയും അതുപോലെ അന്തർ സംസ്ഥാന യാത്രകൾ വളരെ സുഗമമായി നടത്താൻ വേണ്ടിയുള്ള ഒരു പാതയായി ഇത് വരുവാൻ വേണ്ടി നിങ്ങളുടെ ഓരോ ഷെയറും സഹായിക്കും.